നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർകോട്ടെ ക്വിസ് ചോദ്യാവലി വിവാദം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് പ്രാഥമിക നടപടി മാത്രമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. സവർക്കർ ചോദ്യവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് അധ്യാപകനെതിരെയുണ്ടായ നടപടി. മന്ത്രി N. ഷംസുദ്ദീനെതിരെ കുമ്പളയിൽ BJPയുടെ പ്രതിഷേധം. യൂത്ത് ലീഗ് എതിർമാർച്ച് നടത്തി. സവർക്കർ എന്ന പേരിലാണ് സർക്കാരിന് പ്രശ്നമെന്ന് BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി. ചരിത്രം പഠിക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്നും അധ്യാപകനെതിരെയുണ്ടായ നടപടി പിൻവലിക്കണമെന്നും ML അശ്വിനി. കാസർഗോഡ് കളക്ട്രേറ്റിലെ ജീവനക്കാരി ആശാലത എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന മൊഴിയും അവസാന വാട്സാപ്പ് സ്റ്റാറ്റസും ചർച്ചയാകുന്നു. ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് DD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സവർക്കർ ചോദ്യവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് അധ്യാപകനുണ്ടായ സസ്പെൻഷൻ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. മഞ്ചേശ്വരം പോസോട്ട് ദേശീയപാതയിൽ കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് അപകടം. 12 യാത്രക്കാർക്ക് പരിക്ക്. കാസർകോട്ട് വൻ ലഹരിവേട്ട. കാലിക്കടവിൽ കാറിൽ കടത്താൻ ശ്രമിച്ച 130 ഗ്രാം MDMA-യുമായി പെരുമ്പാവൂർ സ്വദേശികൾ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കാസർകോട്ടെ ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് പ്രാഥമിക നടപടി മാത്രമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കാസർകോട്ട് പറഞ്ഞു. അല്ലാതെ ഇവിടെ എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ഒരു പ്രാദേശികമായി ഈ AEO പരിധിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഈ ചോദ്യം തയ്യാറാക്കുകയും അതിന് ഇത്തരത്തിലുള്ള മറുപടികൾ കൊടുക്കുകയൊക്കെ ചെയ്ത ആളാണ് എന്ന് കൃത്യമായി ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയ ആൾക്കെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഇതിൽ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരും ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊക്കെ നടപടിയുണ്ട്. കുമ്പളയിൽ GSBS സ്കൂൾ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനെതിരെ BJPയുടെ പ്രതിഷേധം. സവർക്കർ ചോദ്യാവലിയുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് അധ്യാപകനെതിരെ നടത്തിയ സസ്പെൻഷൻ നടപടിയിൽ പ്രതിഷേധിച്ചാണ് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. ഇതിനിടെ BJP മാർച്ചിനെതിരെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ എതിർമാർച്ചുമായി രംഗത്തെത്തി. ചോദ്യാവലി വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കി BJP. ഫ്രീഡം പ്രശ്നോത്തരിയിൽ വിവാദ ചോദ്യാവലി തയ്യാറാക്കിയതിന് ഉളിയത്തടുക്കയിലെ ഗുരുപ്രസാദ് എന്ന അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇയാളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP പ്രതിഷേധ രംഗത്തെത്തിയത്. കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനെത്തിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തുകയായിരുന്നു. BJP പ്രവർത്തകരെ പ്രതിരോധിക്കാൻ ലീഗ് കോൺഗ്രസ് പ്രവർത്തകരും ശ്രമിച്ചതോടെ സ്ഥലത്ത് സംഘർഷ സാധ്യതയുണ്ടായി.
സംഘർഷത്തിനിടെ വനിതാ പോലീസ് ഇല്ലാതെ വനിതാ പ്രവർത്തകരെ വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചു എന്നും BJP ആരോപിച്ചു. പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതോടെ BJP പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി. തുടർന്ന് കുമ്പള പോലീസ് സ്റ്റേഷനിൽ BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. മണിക്കൂറുകൾക്ക് ശേഷം പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച ശേഷമാണ് പോലീസ് സ്റ്റേഷൻ ഉപരോധം അവസാനിപ്പിച്ചത്. ഇന്ന് ജില്ലയിലുള്ള മന്ത്രിയുടെ എല്ലാ പരിപാടികളിലും BJP പ്രതിഷേധം തുടരുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കുമ്പള. സവർക്കർ എന്ന പേരിലാണ് സർക്കാരിന് പ്രശ്നമെന്ന് BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി. ചരിത്രം പഠിക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്നും അധ്യാപകനെതിരെ നടത്തിയ നടപടി പിൻവലിക്കണമെന്നും അശ്വിനി ആവശ്യപ്പെട്ടു. BJP പ്രവർത്തകനായതുകൊണ്ടാണ് ഗുരുപ്രസാദിനെതിരെ നടപടി എടുത്തതെന്നും അശ്വിനി കൂട്ടിച്ചേർത്തു. ഇന്ന് അതെന്താണ് സസ്പെൻഡ് ഓർഡർ കൊടുത്തിട്ടുള്ളത്, ആ ഓർഡറും പോലും പിൻവലിക്കണം എന്ന് ഞങ്ങൾ അവരോട് പറയാനുള്ളത്. ഈ ഫ്രീഡം ക്വിസ് തയ്യാറാക്കിയതിൽ ഗുരുപ്രസാദ് എന്ന ടീച്ചർക്ക് ഒരു റോളും ഇല്ല. അത് വ്യക്തമായിട്ട് അതിന് അന്വേഷണം നടത്തിയെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് അറിയാം. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കണം എന്ന നിർദ്ദേശനം മാത്രമാണ് ഗുരുപ്രസാദ് കൊടുത്തിട്ടുണ്ടായത്. അവിടെ 2 ടീച്ചർ കുണ്ടാ സ്കൂളിന്റെ ടീച്ചേഴ്സ് ആണ് ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ആക്കിയത്. അതിൽ ഒരു ടീച്ചർ അശ്വതി എന്ന് പറയുന്ന ടീച്ചർ കോൺഗ്രസ് ലീഡറിന്റെ ഭാര്യമാണ്. അതേപോലെ KSTPA ഒരു മെമ്പർ കൂടിയാണ്. അപ്പോ ഇതും കറക്റ്റായിട്ട് അന്വേഷണം നടത്താണ്ട് ഈ ഗുരുപ്രസാദ് എന്ന പറയുന്ന ഒരു ടീച്ചർ BJPയിൽ വർക്ക് എടുക്കുന്നുണ്ടെന്ന് ഒറ്റ രാഷ്ട്രീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇതിൽ രാഷ്ട്രീയ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് മാനേജ്മെന്റിക്ക് സസ്പെൻഡ് ചെയ്യണം എന്ന ഓർഡർ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ആ ടീച്ചറെ സസ്പെൻഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് വിടുന്നുമില്ല. BJP ശക്തമായിട്ടും പോരാടിക്കൊണ്ട് ഗുരുപ്രസാദിന്റെ ടീച്ചർക്ക് നീതി കിട്ടുന്നിടത്തോടെ നമ്മൾ പോരാട്ടം നടത്തും. കാസർഗോഡ് കളക്ട്രേറ്റിലെ ജീവനക്കാരി ചെങ്കള അതിർക്കുഴിയിലെ ആശാലത എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. യുവതിയുടെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന മൊഴിയും നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എന്റെ നിശബ്ദത എന്ന അവസാന വാട്സാപ്പ് സ്റ്റാറ്റസും ചർച്ചയാകുന്നു. ഇതിനിടെ നിർബന്ധ സെക്ഷൻ മാറ്റം സൃഷ്ടിച്ച മാനസിക സംഘർഷമാണ് ആശാലതയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന പിണറായി വിജയന്റെ ആരോപണത്തിനെതിരെ LDF സർക്കാരിന്റെ കാലത്താണ് ആശാലതയെ സെക്ഷൻ മാറ്റിയതെന്ന മറുവാദവുമായി VD സതീശൻ രംഗത്തെത്തി. വിഷം അകത്തു ചെന്നതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന കാസർഗോഡ് കളക്ട്രേറ്റിലെ UD ക്ലർക്കായ ചെങ്കള അതിർകുഴിയിലെ ആശാലത ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30ഓടെയാണ് ആശാലത സ്വന്തം കാറോടിച്ച് ചെങ്കള സഹകരണ ആശുപത്രിയിലെത്തുകയും വിഷം കഴിച്ചതായി ആശുപത്രി അധികൃതരെ അറിയിക്കുകയും ചെയ്തത്. പ്രാഥമിക ചികിത്സ നൽകി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ആരോഗ്യനില അതീവ ഗുരുതരമായതിനെ തുടർന്ന് വൈകിട്ടോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ ആശാലതയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന തരത്തിലുള്ള വിഷമം ഇവർ പങ്കുവച്ചിരുന്നതായാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇതിന്റെ കൃത്യമായ പശ്ചാത്തലവും കാരണങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. സംഭവ ദിവസം ആശാലത വാട്സാപ്പിൽ പങ്കുവച്ച അവസാന സ്റ്റാറ്റസും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ ചർച്ചയായിട്ടുണ്ട്. നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എൻ്റെ നിശബ്ദത എന്നായിരുന്നു സ്റ്റാറ്റസ്. ഈ വാക്കുകൾക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നുവെന്നതിൽ വ്യക്തമായ നിഗമനത്തിലേക്കെത്തുവാൻ സാധിച്ചിട്ടില്ല. NGO യൂണിയൻ ജില്ലാ കൗൺസിൽ അംഗവും കളക്ട്രേറ്റിലെ അക്ഷര ലൈബ്രറി ഭാരവാഹിയുമായിരുന്നു ആശാലത. എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലായിരുന്ന ആശാലതയെ 2 മാസം മുൻപാണ് എൻഡോസൾഫാൻ സെല്ലിലേക്ക് മാറ്റിയത്. ഉന്നത വിദ്യാഭ്യാസം നേടിയ ആശാലത MA B.Ed ബിരുദധാരിയായിരുന്നു. ഭർത്താവ് അജയകുമാർ ഗൾഫിലായിരുന്നു. ആശാലത ആശുപത്രിയിലായ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ശനിയാഴ്ച തന്നെ നാട്ടിലെത്തി. യദുകൃഷ്ണൻ, അഗ്നിവേശ് എന്നിവർ മക്കളാണ്. ഇതിനിടെ നിർബന്ധ സെക്ഷൻ മാറ്റം സൃഷ്ടിച്ച മാനസിക സംഘർഷമാണ് ആശാലതയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തിയത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് കാരണമായി. പിണറായി വിജയന്റെ ആരോപണത്തെ എതിർത്ത മുഖ്യമന്ത്രി VD സതീശൻ LDF സർക്കാരിന്റെ കാലത്താണ് ആശാലതയെ സെക്ഷൻ മാറ്റിയതെന്ന മറുവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് DD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സവർക്കർ ചോദ്യവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് അധ്യാപകനുണ്ടായ സസ്പെൻഷൻ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം.
കുമ്പള ഉപജില്ലയിൽ നടന്ന സ്കൂൾ തല ഫ്രീഡം ക്വിസ് മത്സരത്തിലെ ഒരു ചോദ്യത്തിൽ സവർക്കറുടെ പേര് ഉത്തരമായി വന്നതിന്റെ പേരിൽ അധ്യാപകനെതിരെ സ്വീകരിച്ച സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള അച്ചടക്ക നടപടി പുനഃപരിശോധിച്ച് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് DDO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. 250-ലേറെ അധ്യാപകർ പങ്കെടുത്ത മാർച്ച് DDO ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. NTU സംസ്ഥാന ജനറൽ സെക്രട്ടറി T. അനൂപ് കുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാക്കരുതെന്നും ചരിത്രത്തെ രാഷ്ട്രീയത്തിന്റെ കണ്ണടയിലൂടെ കാണരുതെന്നും അനൂപ് കുമാർ പറഞ്ഞു. ഒരു ചരിത്രപുരുഷന്റെ പേര് ക്വിസ് മത്സരത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി വന്നത് മാത്രം കുറ്റമായി കാണുന്നത് അംഗീകരിക്കുവാനാകില്ല. കേരളത്തിലെ എല്ലാവരും സവർക്കറുടെ രാഷ്ട്രീയ ആശയങ്ങളോട് യോജിക്കണമെന്നില്ലെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകളെ ആർക്കും വിമർശിക്കാമെന്നും എന്നാൽ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹത്തെ ചരിത്രത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ആർക്കും കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ഈ ഡൂക്കളി കോൺഗ്രസുകാരനും ലീഗുകാരനും അവരുടെ ചരിത്രബോധം, അവരുടെ ദേശീയ നേതാക്കളുടെ പ്രവർത്തനത്തെ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. വീര സവർക്കർ ഒരു മഹാനായിരുന്നു എന്നുള്ളതിന്റെ പേരില് നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. വീര സവർക്കറിന്റെ ചിത്രമാലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് അടൽ ബിഹാരി വാജ്പേയി അല്ല, നരേന്ദ്രമോദി അല്ല, ലാൽകൃഷ്ണ അദ്വാനി അല്ല, മറിച്ച് ഇവരുടെ നേതാവായ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ള വസ്തുതയെങ്കിലും ഈ സൈന്യത്തിലും ടീമും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ നടപടികൾ ഉണ്ടാവുകയില്ലായിരുന്നു. വീര സവർക്കറെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജയിൽ ശിക്ഷ, അദ്ദേഹത്തിന് 25 വർഷം വീതമുള്ള ഇരട്ട ജയിൽ ശിക്ഷയാണ് ആ ഒരു ബ്രിട്ടീഷ് സർക്കാർ നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീര സവർക്കറിന്റെ ഈ ഒരു വിഷയ സമയത്ത് വീര സവർക്കർ ചെയ്ത സമരവും മഹാത്മാഗാന്ധി ചെയ്ത സമരവും നെഹ്റു ചെയ്ത സമരവും സർദാർ പട്ടേൽ ചെയ്ത സമരവും ഒക്കെ ഇന്നത്തെ ചരിത്ര വിദ്യാർത്ഥികള് പരിശോധനയ്ക്ക് വിധേയമാക്കും, അവർ പഠനത്തിന് വിധേയമാക്കും, അവർ ഒരു നിഗമനത്തിലെത്തും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സവർക്കർ ചെയ്തത്, സമരം ചെയ്തത് പുലിയുടെ മടയിൽ പോയാണ്. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സമരം ചെയ്തത് ബ്രിട്ടനിൽ പോയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രിട്ടനിൽ പോയി ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സമരം ചെയ്ത ധീര ദേശാഭിമാനിയാണ് വീര സവർക്കർ. മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിന്റെ പഠനത്തിനായിട്ട് ബ്രിട്ടനിൽ പോയിട്ടുണ്ട്. നിരവധി തവണ ജവഹർലാൽ നെഹ്റു പല ആവശ്യങ്ങൾക്കായും ബ്രിട്ടനിൽ പഠനാവശ്യങ്ങൾക്കും മറ്റുമായി പോയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ സ്വന്തം നാട്ടിൽ വന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ പോയി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സമരം ചെയ്ത ആളാണ് സവർക്കർ എന്ന് കേരളത്തിലെയും രാജ്യത്തിലെയും മുഴുവൻ വിദ്യാർത്ഥികളെയും മനസ്സിലാക്കാനുമുള്ള ഒരവസരമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തന്ന ഒരു സുവർണ അവസരമാണ് ഇത് എന്നാണ് ദേശീയ അധ്യാപക പരിഷത്ത് വിലയിരുത്തുന്നത്. ക്വിസ് ചോദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അധ്യാപകനെതിരെ സ്വീകരിച്ച നടപടി പുനഃപരിശോധിച്ച് പിൻവലിക്കണമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അധ്യാപകരെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്നും സംരക്ഷിക്കണമെന്നും NTU ആവശ്യപ്പെട്ടു. കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ T. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ധർണയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ഉപാധ്യക്ഷൻ K. പ്രഭാകരൻ നായർ, വനിതാ വിഭാഗം സംസ്ഥാന ജോയിന്റ് കൺവീനർ A. സുജിത, N. രഞ്ജിത്ത്, O. സതീഷ് കുമാർ, K. അരവിന്ദാക്ഷ ഭണ്ഡാരി, P. ബാലകൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പോസോട്ട് ദേശീയപാതയിൽ കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചുണ്ടായ അപകടത്തിൽ 12 യാത്രക്കാർക്ക് പരിക്കേറ്റു.
കാസർഗോഡ് നിന്ന് മംഗളൂരുവിലേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിന്റെ ഡിവൈഡർ പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മഞ്ചേശ്വരം പൊസോട്ട് ദേശീയപാതയിൽ കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് അപകടമുണ്ടായത്. 12 യാത്രക്കാർക്ക് അപകടത്തിൽ പരിക്കേറ്റു. കാസർഗോഡ് നിന്നും മംഗളൂരുവിലേക്ക് യാത്രക്കാരുമായി പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സർവീസ് റോഡ് ഒഴിവാക്കി ദേശീയപാതയിലൂടെ ഈ ബസ് അമിത വേഗതയിൽ സർവീസ് നടത്തുകയായിരുന്നുവെന്നും അമിത വേഗതയാണ് അപകടത്തിനു കാരണമായതെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ബസ് തിരിഞ്ഞ് എതിർദിശയിലേക്കാണ് നിലയുറപ്പിച്ചത്. ഈ സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും ഇവിടെ വരാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അപകടത്തിന്റെ തീവ്രതയിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കർണാടക കേരള RTC ബസ് ഡ്രൈവർമാർ ദിവസേന നിയമങ്ങൾ ലംഘിച്ച് സർവീസ് റോഡുകൾ ഉപയോഗിക്കാതെ ദേശീയപാതയിലൂടെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് പതിവായിരിക്കുകയാണെന്നും ഇത്തരം ഡ്രൈവർമാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് വൻ ലഹരിവേട്ട. കാലിക്കടവിൽ കാറിൽ കടത്താൻ ശ്രമിച്ച 130 ഗ്രാം MDMA-യുമായി പെരുമ്പാവൂർ സ്വദേശികൾ അറസ്റ്റിൽ. ഏജന്റുമാർക്ക് വിതരണം ചെയ്യാനെത്തിച്ച മയക്കുമരുന്നാണ് പിടികൂടിയത്. ദേശീയപാതയിൽ കാലിക്കടവിൽ വൻ മയക്കുമരുന്നുവേട്ട. കാറിൽ കടത്താൻ ശ്രമിച്ച 130 ഗ്രാം MDMA-യുമായി 3 പേർ അറസ്റ്റിൽ. എറണാകുളം പെരുമ്പാവൂർ അറക്കപ്പൊടി സ്വദേശികളായ PA അബ്ദുൾ സലാം, KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ബാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജിന്റെ മേൽനോട്ടത്തിൽ ഡാൻസ് ഓഫ് സ്ക്വാഡും ചന്ദേര SI മനു P ചെറിയാനും സംഘവുമാണ് ലഹരിവേട്ട നടത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് സംഘം കുടുങ്ങിയത്. എറണാകുളത്തു നിന്നും കാസർഗോട്ടേക്ക് വരികയായിരുന്നു ഇവർ. സംശയത്തെ തുടർന്ന് കാർ തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. കാസർഗോട്ടെ ഏജന്റുമാർക്ക് വിതരണം ചെയ്യാൻ എത്തിച്ച മയക്കുമരുന്നാണ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദീർഘകാലം വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് സേവനം നൽകിയ സർവീസ് പെൻഷൻകാർ സമൂഹത്തിലെ മികച്ച ഇൻഫ്ലുവൻസർമാരാണെന്ന് സന്ദീപ് വാര്യർ MLA അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ മണ്ഡലം വരവേൽപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലക്ഷ്മണൻ വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായ ലക്ഷ്മണൻ, സർവീസിൽ നിന്ന് വിരമിച്ചവരെ KSSPA-യിലേക്ക് സ്വീകരിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വരവേൽപ്പ് സമ്മേളനം സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രയോജനപ്പെടുത്തണം എന്നാണ് നിങ്ങൾ അഭ്യർത്ഥിക്കേണ്ടത്. സംഘടനയ്ക്ക് വേണ്ടി കുറച്ച് കാര്യമായിട്ട് നമ്മുടെ പ്രദേശത്ത് നിങ്ങൾ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന യഥാർത്ഥ ഇൻഫ്ലുവൻസേഴ്സാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ആയിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരുമായി വ്യക്തിയെ സംബന്ധിച്ചവർ അവരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടവർ ഒരുപാട് പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കൊടുത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സാണ് പെൻഷനേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായിട്ട് നിങ്ങളൊക്കെ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഇനി വരാനിരിക്കുന്ന ഒരുപാട് തെരഞ്ഞെടുപ്പുകളിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. ഞാൻ പ്രവർത്തിക്കേണ്ടവരാണ്. മണ്ഡലം പ്രസിഡന്റ് O ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KSSPA സംസ്ഥാന സെക്രട്ടറി PC സുരേന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ചെറുവത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് DM സുകുമാരൻ, KSSPA മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ കൊക്കോട്ട്, ജോയിന്റ് സെക്രട്ടറി ദാമോദരൻ മുട്ടത്ത്, ട്രഷറർ പീലാങ്കു മോഹനൻ, സംസ്ഥാന കമ്മിറ്റി അംഗം P ദാമോദരൻ നമ്പ്യാർ, ജില്ലാ സെക്രട്ടറി KP ബാലകൃഷ്ണൻ, മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V കൃഷ്ണൻ മാസ്റ്റർ, KK കുമാർ മാസ്റ്റർ, KV കൃഷ്ണൻ, KV കരുണാകരൻ, PK ഭാസ്കരൻ, P സുധ ടീച്ചർ, EK അബ്ദുൾ മജീദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പലവ്യഞ്ജന വില കുതിച്ചുയരുന്നു.
ഒരു മാസത്തിനിടെ വിപണിയിൽ ഭൂരിഭാഗം നിത്യോപയോഗ സാധനങ്ങൾക്കും വലിയ വിലവർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ മാസശമ്പളക്കാരും ദിനക്കൂലിക്കാരും ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഓണം കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇത്തരത്തിൽ വർദ്ധിക്കുന്നത് ആഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. സാധാരണക്കാരുടെ അടുക്കള ബജറ്റ് പൂർണ്ണമായും തകിടം മറിച്ചുകൊണ്ട് വിപണിയിൽ പല വ്യഞ്ജനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമാകുന്നു. അരി, പഞ്ചസാര, ധാന്യങ്ങൾ ഉൾപ്പെടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടുവാനാകാത്ത ഭൂരിഭാഗം സാധനങ്ങൾക്കും കഴിഞ്ഞ ഒരു മാസത്തിനിടെ വലിയ വിലവർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ദിവസ കൂലിക്കാരും നിശ്ചിത മാസ ശമ്പളം കൊണ്ട് ജീവിക്കുന്നവരുമാണ് ഈ വിലക്കയറ്റത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കിട്ടുന്ന വരുമാനം മുഴുവൻ ഭക്ഷണ സാധനങ്ങൾക്കായി മാത്രം മാറ്റിവെക്കേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ. ദിവസം കൂടുന്തോറും വലിയ വിലവർധനവാണ് നിത്യോപയോഗ സാധനങ്ങൾക്കുണ്ടാവുന്നതെന്ന് കച്ചവടക്കാരും വ്യക്തമാക്കുന്നു. മാറുന്നുണ്ട്, വില എല്ലാം കൂടിക്കൊണ്ട് അരി, പഞ്ചസാര, പല സാധനത്തിന് വില കൂടുന്നുണ്ട്. നേന്ത്രപ്പഴം, പിന്നെ സോപ്പ് ഐറ്റംസ് വില കൂടി, സർഫ് ഐറ്റംസ്, എല്ലാ സാധനത്തിനും വില കൂടിക്കൊണ്ടുള്ളതാണ്. അരിക്ക് 2 രൂപ കൂടി, പഞ്ചസാര 2 രൂപ കൂടി, പച്ചരിക്ക് 2 രൂപ കൂടി, ധാന്യങ്ങൾ കൂടിയിട്ടുണ്ട്, ഉഴുന്നേർക്ക്. കച്ചവടത്തിന് ബാധിക്കുന്നുണ്ട്. നമുക്ക് സാധനം എടുക്കാൻ പൈസ തികയില്ല, വില പെട്ടെന്ന് കൂടുമ്പോൾ. മാർജിൻ പഴയ മാർജിനിലേക്ക് വില കൂടുമ്പോൾ അതിനനുസരിച്ച് മാർജിൻ കൂടുന്നില്ല, കൂട്ടാൻ പറ്റുന്നില്ല നമുക്ക്. ബുദ്ധിമുട്ടുണ്ടാവും, എല്ലാ സാധനത്തിനും വില കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. ആൾക്കാർക്ക് ഓണം ആഘോഷിക്കാൻ പറ്റില്ല. മുമ്പുണ്ടായിരുന്നു, പിന്നെ അത് കുറഞ്ഞിപ്പോ വീണ്ടും കൂടിയാണ്. ചോദിക്കുമ്പോൾ പറയുന്നത് ഡീസലിന് വില കൂടി നിങ്ങൾക്ക് പറയുന്നതാണ്. കാരണം നമ്മളെന്താ പറയുക, നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് ട്രാൻസ്പോർട്ട് ചാർജ് കൂടുന്നു പറയുന്നത്. ഒട്ടേറെ പ്രതീക്ഷകളോടെ ഓണക്കാലം എത്തി നിൽക്കുമ്പോഴാണ് വിപണിയിൽ ഈ പ്രതിസന്ധി. സദ്യവട്ടങ്ങൾക്കും ഓണാഘോഷങ്ങൾക്കുമായി വിപണിയെ ആശ്രയിക്കേണ്ടി വരുന്ന സാധാരണക്കാർക്ക് ഈ വിലക്കയറ്റം വലിയൊരു പ്രഹരമാണ്. ഇത്തരത്തിൽ വിലവർധനവ് തുടർന്നാൽ ഇത്തവണത്തെ ഓണാഘോഷങ്ങളുടെ മാറ്റു കുറയുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഈ സാഹചര്യത്തിൽ വിപണിയിൽ അടിയന്തിരമായി സർക്കാർ ഇടപെടണമെന്നും വില പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ അടിയന്തര ഇടപെടൽ നടത്തണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. അടുക്കള ബജറ്റിനെ താളം തെറ്റിച്ച് പല വ്യഞ്ജനങ്ങളുടെ വില കുത്തനെ ഉയരുകയാണ്. ഓണം അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇത്തരത്തിൽ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ കടുത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. പോയ കാലത്തെ ഭക്ഷണ സമൃദ്ധി വിളിച്ചോതി ആട്ടിക്കൂട്ട. പരിവാര ബണ്ടറ സംഘം കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ മഹിളാവേദിയുടെ ആഭിമുഖ്യത്തിൽ കെരുവയിലു ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്ര പ്രാർത്ഥനാ മന്ദിരത്തിലായിരുന്നു കാസർഗോഡ് പരിവാരോത്സവ 2026. കെസറുഗദ്ദെ ആട്ടിക്കൂട്ട എന്ന പേരിൽ വേറിട്ട ഈ പരിപാടി സംഘടിപ്പിച്ചത്. തുളുനാടിന്റെ വിവിധ ഇനം തനത് ഭക്ഷണ വിഭവങ്ങൾ നിറക്കാഴ്ചയൊരുക്കിയ ആട്ടിക്കൂട്ട നാടിന്റെ ഉത്സവമായി. പഴയകാല ഭക്ഷണശീലങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും ലക്ഷ്യമിട്ടാണ് ആടിമാസത്തിൽ ആട്ടിക്കൂട്ട പരിപാടി സംഘടിപ്പിക്കുന്നത്. പോയ കാലത്തെ കുടുംബ സൗഹൃദത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലത്തിന്റെയും ഓർമ്മയുണർത്തുന്ന ആട്ടിക്കൂട്ട തുളുനാട്ടിലെ ഭക്ഷണോത്സവമാണ്. പരിവാര ബണ്ടറ സംഘം കാസർഗോഡ് മേഖലാ മഹിളാവേദിയുടെയും ആഭിമുഖ്യത്തിൽ കെരുവയിലു ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്ര പ്രാർത്ഥനാ മന്ദിരത്തിലായിരുന്നു കാസർഗോഡ് പരിവാരോത്സവ 2026 പരിപാടി സംഘടിപ്പിച്ചത്. അംഗങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയാണ് വിഭവങ്ങൾ ഇവിടെ എത്തിച്ചത്. ബണ്ടറ സംഘം ബാംഗ്ലൂർ മേഖലാ കമ്മിറ്റി അംഗം രാഖി നയനചന്ദ്ര നായിക് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ഡോക്ടർ ജയപ്രകാശ് നായിക് അധ്യക്ഷത വഹിച്ചു.
ചടങ്ങിൽ മുതിർന്ന ദമ്പതികളായ കൊല്ലംപാടി ശ്രീ ബാലകൃഷ്ണ നായിക്, ശ്രീമതി സുശീല നായിക് ദമ്പതികളെ ആദരിച്ചു. യോഗീഷ് നായിക് മധുർ സ്വാഗതവും ബേബി എസ് നായിക് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കർഷകരെയും പ്രമുഖ വ്യവസായികളെയും ആദരിച്ചു. ലീലാവതി കെ നായിക്, മധുർ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല അശോക് നായിക്, ശ്രീനിവാസ് നായിക്, പുരുഷോത്തം എം നായിക് എന്നിവർ സംസാരിച്ചു. ശരത് നായിക് അമൈ പരിപാടി നിയന്ത്രിച്ചു. നാടിന്റെ ഉത്സവമായി മാറിയ ആട്ടിക്കൂട്ട പരിപാടി നൂറുകണക്കിന് പേർ പങ്കെടുത്തു. പ്രദേശത്തിന്റെ തനത് ഭക്ഷണ സംസ്കാരം പുനരുജ്ജീവിപ്പിക്കാനും സാമുദായിക കൂട്ടായ്മയുൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിച്ചു വരുന്ന ആട്ടിക്കൂട്ടം ആഘോഷം ഓരോ വർഷവും ഒരു നാടൊന്നാകെ ഉത്സവമായി ഏറ്റെടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റാഫി ഗാനങ്ങൾ പെയ്തിറങ്ങിയ മെഹഫിൽ രാവ് പുലിക്കുന്ന് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിനെ കുളിർമഴ പെയ്യിച്ചു. തളങ്കര റാഫി മഹലിന്റെ നേതൃത്വത്തിൽ സജാദ് കാലിക്കറ്റും സംഘവും മെഹഫിൽ എഷാം റാഫി കെ നാമാണ് കാണികളുടെ ഹൃദയത്തിൽ 3.5 മണിക്കൂർ കുളിർമഴ തീർത്തത്. റാഫി ഗാനങ്ങൾ പെയ്തിറങ്ങിയ മെഹഫിൽ രാവ് പുലിക്കുന്നിലെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ തിങ്ങി നിറഞ്ഞ ഗാനാസ്വാദകർക്ക് നവ്യാനുഭവങ്ങൾ പകർന്നു. തളങ്കര റാഫി മഹലിന്റെ നേതൃത്വത്തിൽ സജാദ് കാലിക്കറ്റും സംഘവും മെഹഫിൽ എഷാം റാഫി കെ നാം കാണികളുടെ ഹൃദയത്തിൽ 3.5 മണിക്കൂറാണ് കുളിർമഴ തീർത്തത്. ചടങ്ങിൽ കാണികളെ മൊഴിയാത്ത ഉദ്ഘാടകനോ അധ്യക്ഷ സ്വാഗത പ്രാസംഗികരോ ഇല്ലാത്തതും ശ്രദ്ധേയമായ പുതിയ അനുഭവമായി. ഇന്ത്യൻ സംഗീത ലോകത്ത് മധുര ഗാനങ്ങളുമായി ഇന്നും ജീവിക്കുന്ന റാഫി സാഹിബിന്റെ 46ാം ചരമവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു മെഹഫിൽ സംഘടിപ്പിച്ചത്. മെഹഫിലിൽ ഏറെ പ്രശസ്തരായ സജാദ് കാലിക്കറ്റ്, ശുഭ, സോയ, ആങ്കർ ലിമേഷ് എന്നിവരെയും ട്രൂപ്പ് അംഗങ്ങളെയും സംഘടനാ പ്രസിഡന്റ് PS ഹമീദ്, സെക്രട്ടറി PK സത്താർ, ഭാരവാഹികളായ റഹ്മത്ത് മുഹമ്മദ്, മാഹിൻ ലോഫ്, ഏരിയാൽ ഷെരീഫ്, AS മുഹമ്മദ് കുഞ്ഞി, ഷാഫി തെരുവത്ത്, TS ബഷീർ, ഷരീഫ് സാഹിബ്, അബ്ദുൾ റഹ്മാൻ ബാങ്കോട്, മാധ്യമപ്രവർത്തകൻ TA ഷാഫി, മുജീബ് അഹമ്മദ് എന്നിവർ സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശോഭിക വെഡ്ഡിംഗ്സിന്റെ ഓണം ക്യാമ്പയിൻ ലോഗോ പ്രകാശനം ചെയ്തു. ഓണത്തിന്റെ പാരമ്പര്യവും പുതുതലമുറയുടെ ആഘോഷ വൈവിധ്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ശോഭിക വെഡ്ഡിംഗ്സ് ഇത്തവണത്തെ ഓണം ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ഇത്തവണത്തെ ഓണം ഉപഭോക്താക്കൾക്ക് കളർഫുൾ അനുഭവമാക്കുവാൻ ശോഭിക വെഡ്ഡിംഗ്സിന്റെ ഓണം ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ലോഗോ പ്രകാശന ചടങ്ങ് ശ്രദ്ധേയമായി. യുവ സംരംഭക ഡോക്ടർ ആയിഷ റൂബി, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർമാരായ രാജേഷും ചിന്നുവും ചടങ്ങിലെ മുഖ്യാതിഥികളായി പങ്കെടുത്ത് ഓണം ക്യാമ്പയിൻ ലോഗോ പ്രകാശനം ചെയ്തു. The official logo launch of Shobhika Weddings. Please let your hands together and give them a big round of applause. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷമുണ്ട്. അതായത് സ്വന്തം നാട്ടിൽ ഇതുപോലെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി. സോ താങ്ക്സ് ടു ഷോഭിക വെഡിങ് ഫോർ ഇൻവൈറ്റിംഗ് മീ. ആൻഡ് ശോഭിക റിച്ചാൽ സാർ നേരത്തെ പറഞ്ഞ പോലെ അപ്പം ശോഭിക വെഡ്ഡിങ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഓരോ ഫെസ്റ്റിവലിനും സെലിബ്രേറ്റ് ചെയ്യാം. അപ്പം വാട്ട് ഐ വുഡ് സേ ശോഭിക വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ ശോഭിക സെലിബ്രേഷൻസ് ആയിട്ട് റീബ്രാൻഡ് ചെയ്യേണ്ട ഒരു സമയമായി തോന്നുന്നു. സോ ഇനിയും ഒരുപാട് ഷോറൂംസ് വരട്ടെ, ഇനിയും ഒരുപാട് ബിസിനസ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവട്ടെ. നിങ്ങളുടെ സപ്പോർട്ടും കൂട്ടായ്മയും ശോഭികയുടെ കൂടെ എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഷോഭിക വെഡിങ് ഫോർ ഇൻവൈറ്റിംഗ് അസ്. പറഞ്ഞ പോലെ സ്വന്തം നാട്ടിൽ തന്നെ ഇങ്ങനൊരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു എന്താ പറയട്ടെ അടിപൊളിയായി ഈ ഒരു ഓണം ക്യാമ്പയിൻ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ 7 ഷോറൂമുകളാണ് ശോഭികക്ക് മാത്രമുള്ളത്. ഈ ഗ്രൂപ്പിന് ടോട്ടലായിട്ട് 27 സ്റ്റോഴ്സാണുള്ളത്. ശോഭികയുടെ മാത്രം ഈ 2000-ലധികം സ്റ്റാഫുകൾ നമുക്കിപ്പോൾ ഓൺഫോൾഡ് ആയിട്ടുണ്ട്. ഏകദേശം 6500-ഓളം കുടുംബങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി
ജീവിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ശോഭികയുടെ ഒരു സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു മാൾ കൺസെപ്റ്റാണ്. അതായത് ഇവിടെ ഒരാൾ പർച്ചേസിന് വന്നാൽ അവർക്ക് വേണ്ട എല്ലാവിധ പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷൂ വേണോ, ചെരുപ്പ് വേണോ, ഫുട്വെയർ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാൻസി വേണോ അതുണ്ട്, പെർഫ്യൂം വേണോ അതുണ്ട്, വാച്ചസ് വേണോ അതുണ്ട്, പിന്നെ അതുപോലെ ബാഗ് വേണോ അതുണ്ട്, ഡ്രസ്സ് ഉണ്ട്. എല്ലാം ഒരൊറ്റ അണ്ടർ വൺ റൂഫ് ആ ഒരു മോൾ കോൺസെപ്റ്റാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഷോപ്പുകളിലും അതുപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസ് ഈ 27 സ്റ്റോഴ്സിൻ്റെ പർച്ചേസ് ആയതുകൊണ്ട് തന്നെ വളരെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് നല്ല പ്രൈസിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇത്രയും ഈ ഒരു യാത്രയുടെ അല്ലെങ്കിൽ ജനങ്ങൾ ശോഭിക എന്ന ഒരു പേര് കൂടെ പിടിക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത്. ശോഭിക ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ റിഷാദ്, കാസർഗോഡ് ഷോറൂം മാനേജർ അംജദ്, രജീഷ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഓണത്തിന്റെ പാരമ്പര്യവും പുതുതലമുറയുടെ ആഘോഷ വൈവിധ്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ശോഭിക വെഡ്ഡിങ്സ് ഇത്തവണത്തെ ഓണം ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ശോഭിക വെഡ്ഡിങ്സിലെ ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണത്തിന്റെ ആഘോഷാന്തരീക്ഷത്തിന് കൂടുതൽ നിറവും ആവേശവും പകരുന്ന വിവിധ പരിപാടികളും ലോഗോ ലോഞ്ചിന്റെ ഭാഗമായി നടന്നു. ഓണത്തിന്റെ പാരമ്പര്യവും തനിമയും ആധുനിക ട്രെൻഡുകളുമായി ചേർത്തിണക്കിയാണ് ട്രെൻഡ് ഓണം ട്രഡീഷൻ ഓണം എന്ന ക്യാമ്പയിൻ ഒരുക്കിയിരിക്കുന്നത്. തിരുവാതിര, ചെണ്ടമേളം, വിവിധ നൃത്താവതരണങ്ങൾ, മാവേലി വരവ് തുടങ്ങിയവ ചടങ്ങിന് ഓണാഘോഷത്തിന്റെ പൂർണ്ണമായ ആഘോഷാന്തരീക്ഷം സമ്മാനിച്ചു. ഈ ഓണത്തിന് ഏറ്റവും ട്രെൻഡിംഗ് ആയ മദ്രാസി ചെക്സ്, മദ്രാസി പ്രിന്റ്, പ്യുവർ ടിഷ്യൂ, കോട്ടൺ, മുൾക്കോട്ടൺ, ബോട്ടിക് സാരീസ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും ഏറ്റവും പുതിയ മോഡലുകൾ ശോഭിക വെഡ്ഡിങ്സിൽ എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, സെറ്റുമുണ്ട്, സാരീസ്, ദാവണി, ടോപ്സ്, കുർത്തീസ്, കിഡ്സ് വിയർ, ജെൻസ് വിയർ തുടങ്ങി ഓരോ വിഭാഗത്തിലും ട്രെൻഡിയും ട്രഡീഷണലുമായ വമ്പൻ കളക്ഷനുകൾ ഒരേ കുടക്കീഴിൽ ഇവിടെ നിന്നും ലഭ്യമാകും. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, എല്ലാവർക്കും താങ്ങുവാനാകുന്ന വില, ആത്മാർത്ഥമായ കസ്റ്റമർ സർവീസ്, വർഷങ്ങളായി നിലനിർത്തുന്ന വിശ്വാസം ഇവയൊക്കെയാണ് ശോഭികയെ ഉപഭോക്താക്കളുടെ ഇഷ്ട ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നത്. ഓണത്തിനായുള്ള ഏറ്റവും പുതിയ ട്രെൻഡുകളും പാരമ്പര്യത്തിൻ്റെ ഭംഗിയും ഒരുമിച്ച് അനുഭവിക്കണമെങ്കിൽ ഈ സീസണിൽ ശോഭിക വെഡ്ഡിങ്സ് തന്നെയാണ് ഉപഭോക്താക്കളുടെ ഏറ്റവും മികച്ച ഷോപ്പിംഗ് ചോയ്സ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പുലിക്കുന്ന് ശ്രീ ജഗദംബ ദേവി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ സദ്ഗുരു ശ്രീ നിത്യാനന്ദ സ്വാമിയുടെ സമാധി വാർഷികവും അന്നദാനവും നടത്തി. കൂടാതെ വിശേഷ മഹാസഭയിൽ വെച്ച് ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിന്റെ ക്ഷണപത്രം പ്രകാശനം ചെയ്തു. വർഷങ്ങളായി നടത്തിവരുന്നതുപോലെ ശ്രീ നിത്യാനന്ദ സ്വാമിയുടെ 66ാമത് സമാധി വാർഷികവും ഭജന, ഗുരുപൂജ, അന്നദാനം എന്നിവയും ഭക്ത്യാദരപൂർവ്വം നടത്തി. കൂടാതെ വിശേഷ മഹാസഭയിൽ വെച്ച് ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിന്റെ ക്ഷണപത്രം പ്രകാശനം ചെയ്തു. ക്ഷേത്ര അധ്യക്ഷൻ CV പൊതുവാളിന്റെ അധ്യക്ഷതയിൽ ക്ഷേത്രത്തിന്റെ മുൻ അധ്യക്ഷനും നിലവിലെ രക്ഷാധികാരിയും പ്രമുഖ അഭിഭാഷകനുമായ US ബാലൻ പുലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഭരതൻ, KN വേണുഗോപാലൻ, യശോദാചന്ദ്രൻ പുലിക്കുന്ന് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി K സുജിത് കുമാർ സ്വാഗതവും ട്രഷറർ K മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. ഒക്ടോബർ 11 മുതൽ ഒക്ടോബർ 21 വരെ വിവിധ കലാ, സാംസ്കാരിക, ധാർമ്മിക പരിപാടികളോടെയായിരിക്കും നവരാത്രി മഹോത്സവം നടക്കുക.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ വനിതാ സമ്മേളനം സംഘടിപ്പിച്ചു. കാസർഗോഡ് RD നഗറിലെ ദേശീയ അധ്യാപക ഭവനിൽ വെച്ചായിരുന്നു സമ്മേളനം. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് വനിതാ സമ്മേളനം കാസർഗോഡ് RD നഗറിലെ ദേശീയ അധ്യാപക ഭവനിൽ നടന്നു. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ്ഞാനി ഷാൻബോഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ಪ್ರಬುದ್ಧತೆಯಲ್ಲಿ ಬಂದು ನಾವು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಪೆನ್ಷನರ್ಸಿನ ಆ ಒಂದು ಇದರ ಮುಖಾಂತರ ಮಾಡುವಂಥದ್ದು. ಅದಕ್ಕೆ ನಮ್ಮ ಪುರುಷರ ವ್ಯಕ್ತಿ ಕೂಡ ಅಂದರೆ ಕೇರಳ ಸ್ಟೇಟ್ ಪೆನ್ಷನರ್ ಸಂಘದ ಆ ಒಂದು ಇದು ಕೂಡ ನಮಗೆ ಅದರ ಬೆನ್ನೆಲುಬಾಗಿ ನಿಂತಿದ್ದಾರೆ. ಅವರಿಗೆ ಕೂಡ ಧನ್ಯವಾದಗಳನ್ನು ಹೇಳಿ. സംഘാടക സമിതി ചെയർപേഴ്സൺ സവിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. KSPS സംസ്ഥാന സെക്രട്ടറി ആശാലത മുഖ്യാതിഥിയായിരുന്നു. മധൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ഗോപാലൻ, BMS കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലീല കൃഷ്ണൻ, NGO സംഘ് വനിതാ കമ്മിറ്റി കൺവീനർ ധന്യ D, NTU സംസ്ഥാന വനിതാ വിംഗ് ജോയിന്റ് സെക്രട്ടറി സുജിത A എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ നന്ദനകുമാരി സ്വാഗതവും സംഘാടക സമിതി ജോയിന്റ് കൺവീനർ ശശികല ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ക്വിറ്റ് ഇന്ത്യ ദിനത്തിലെ സ്മരണയുടെ ആവേശമുണർത്തി പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 2 ജില്ലകളെ ബന്ധപ്പെടുത്തി സ്വാതന്ത്ര്യ സംരക്ഷണ യാത്ര നടത്തി. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പയ്യന്നൂരിലെ ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിനു മുന്നിൽ നിന്നും ആരംഭിച്ച പദയാത്ര പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നടത്തുന്ന സ്വാതന്ത്ര്യ സംരക്ഷണ യാത്രയാണ് കടന്നു വരുന്നത്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാളിൽ നിന്നും പിഫാസോ പ്രസിഡന്റ് ശ്രീ AV ബാബു മാസ്റ്റർ ഏറ്റുവാങ്ങിയ പതാകയുമായി പ്രയാണം ആരംഭിച്ച ഈ സ്വാതന്ത്ര്യ സംരക്ഷണ യാത്ര പിഫാസോ ഗാന്ധി നെഹ്റു പഠന കേന്ദ്രത്തിലാണ്. ഓരോ ദേശസ്നേഹിയും ജനാധിപത്യ വിശ്വാസിയും ഈ സ്വാതന്ത്ര്യ സംരക്ഷണ യാത്രയിൽ ഇടിച്ചേരുക മാതൃരാജ്യത്തിന്റെ കാവലാളായി. സ്വാതന്ത്ര്യവും മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ പദയാത്ര സംഘടിപ്പിച്ചത്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പയ്യന്നൂരിലെ ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച സ്വാതന്ത്ര്യ സംരക്ഷണ പദയാത്ര പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് മാർക്സിസത്തിൽ നിന്ന് ഗാന്ധിസത്തിലേക്ക് ഒരു മാറ്റമല്ല, രണ്ടും പരസ്പര പൂരകമായി തന്നെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. രണ്ടിനെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. VMS തന്നെ മാർക്സിസവും ഗാന്ധിസവും എന്ന പേരിൽ ഒരു പുസ്തകം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതുകയുണ്ടായി. അതിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അന്ന് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടല്ല, ഒന്നായി തന്നെ പോകേണ്ടതാണ്. ആ നിലയിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ പയ്യന്നൂരിലെ ക്വിറ്റ് ഇന്ത്യ സ്മാരക സ്തൂപത്തിന് മുന്നിൽ നിന്നും കൈമാറിയ ദേശീയ പതാക ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് ഏറ്റുവാങ്ങി. ഉദ്ഘാടന ചടങ്ങിൽ പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് AV ബാബു അധ്യക്ഷത വഹിച്ചു. ഗാന്ധി നെഹ്റു പഠന കേന്ദ്രം ജനറൽ സെക്രട്ടറി C ഭാസ്കരൻ, V ബാബു, ചടങ്ങിൽ ഗാന്ധിയൻ പ്രവർത്തകനായ KV രാഘവൻ മാസ്റ്റർ, MP ഉണ്ണികൃഷ്ണൻ, DK ഗോപിനാഥൻ, പിലാക്കൽ അശോകൻ, AP നാരായണൻ, ഷീബ മുരളി എന്നിവർ സംസാരിച്ചു. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം, തൃക്കരിപ്പൂർ നടക്കാവ്, ചന്തേര, കാലിക്കടവ് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന സ്വീകരണ യോഗം സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. KV വിജയൻ അധ്യക്ഷത വഹിച്ചു. P കുഞ്ഞിക്കണ്ണൻ, VM ശ്രീധരൻ, മുട്ടത്ത് രാഘവൻ എന്നിവർ സംസാരിച്ചു. നടക്കാവ് ജംഗ്ഷനിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ മഹേഷ് കരിമ്പിൽ, വിനോദ് എരവിൽ എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ ശേഷം വൈകുന്നേരം പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി അങ്കണത്തിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തൃക്കരിപ്പൂർ പേക്കടം മാരാധ്യ സ്മൃതി മന്ദിരത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മഞ്ചേശ്വരം പോലീസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മധു കാരക്കടവത്ത് ഉദ്ഘാടനം ചെയ്തു.
പേക്കടത്തെയും പരിസര പ്രദേശങ്ങളിലെയും SSLC, +2, LSS, USS, NMMS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SSK കാസർഗോഡ് ജില്ലാ പ്രോഗ്രാം ഓഫീസറായി സ്ഥാനക്കയറ്റം ലഭിച്ച T. മധുസൂദനൻ, ഗവേഷക PV അഞ്ജുവിനെയും മാരാർജി സ്മൃതി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. മഞ്ചേശ്വരം പോലീസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മധു കാരക്കടവത്ത് ഉദ്ഘാടനം ചെയ്തു. സ്മൃതി മന്ദിരം പ്രസിഡന്റ് ഷിബിൻ ദാസ് അധ്യക്ഷത വഹിച്ചു. BMS മേഖലാ പ്രസിഡന്റ് K. കുഞ്ഞിക്കണ്ണൻ, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി PV ശ്യാമപ്രസാദ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് PV വിജയൻ, സ്മൃതി മന്ദിരം സെക്രട്ടറി KV സബിനേഷ്, വൈസ് പ്രസിഡന്റ് V. സുർജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബഹ്റൈൻ KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രവാസിയും തളങ്കരയിൽ സ്ഥിര താമസക്കാരനുമായ രോഗിക്ക് ചികിത്സാ സഹായം കൈമാറി. കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഹാജി ചികിത്സാ സഹായം കൈമാറി ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രവാസിയും തളങ്കരയിൽ സ്ഥിര താമസക്കാരനുമായ രോഗിക്ക് ചികിത്സാ സഹായം കൈമാറി. കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഹാജി ചികിത്സാ സഹായം കൈമാറി ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ KMCC എന്ന് മുൻപന്തിയിലാണെന്നും സമൂഹത്തിലെ അർഹരായവരെ സഹായിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പിന്തുണയും ഉണ്ടാകുമെന്നും കല്ലട്ര മാഹിൻ ഹാജി പറഞ്ഞു. ബഹ്റൈൻ KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി പാറക്കട്ട അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് മാഹിൻ കേളോട്ട് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി TM ഇക്ബാൽ, ബഹ്റൈൻ KMCC കാസർഗോഡ് ജില്ലാ സെക്രട്ടറി റിയാസ് പട്ല, മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ കുഞ്ഞാമു ഹാജി, മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ തൊട്ട, മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അൻവർ ചേരങ്കൈ, KMCC നേതാക്കളായ ഹുസൈൻ പാറക്കട്ട, അബ്ബാസ് ചെമ്മനാട്, കാസിം ചാല, അഷ്റഫ് ചാല, ഉദുമ മണ്ഡലം KMCC പ്രസിഡന്റ് റഹ്മാൻ കട്ടക്കാൽ, മനാഫ് ചെമ്മനാട്, മുഹസിൻ ചെമ്മനാട്, യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം സെക്രട്ടറി ഹാരിസ് ബദിര, KMCC ജില്ലാ കോർഡിനേറ്റർ കുഞ്ഞാമു ബദിര എന്നിവർ സംസാരിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് നേതാക്കളായ MH മുഹമ്മദ്, അബ്ദുറഹ്മാൻ കാസി, നാസർ ചൈൻഡടി, S. മുഹമ്മദ് കുഞ്ഞി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. KMCC കാസർഗോഡ് മണ്ഡലം സെക്രട്ടറി ഷംസുദ്ദീൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് നവാസ് ചേരൂർ നന്ദിയും പറഞ്ഞു. അർഹരായവർക്ക് കൈത്താങ്ങായി പ്രവാസി സമൂഹത്തിന്റെ കാരുണ്യവും സഹകരണവും ഉറപ്പാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്ന് KMCC ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. JCI ഇന്ത്യ നാഷണൽ വൈസ് പ്രസിഡന്റ് R. കൗശികിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് JCI വിദ്യാനഗർ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് വീൽചെയർ നൽകി. സമൂഹത്തിലെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് JCI വിദ്യാനഗർ ജനറൽ ആശുപത്രിക്ക് വീൽചെയർ നൽകിയത്. JCI വിദ്യാനഗർ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് വീൽചെയർ നൽകി. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏറെ പ്രയോജനകരമാകുന്ന രീതിയിലാണ് വീൽചെയർ കൈമാറിയത്. ചടങ്ങിൽ JCI വിദ്യാനഗർ പ്രസിഡന്റ് അനീഷ് R. അധ്യക്ഷത വഹിച്ചു. JCI ഇന്ത്യ നാഷണൽ വൈസ് പ്രസിഡന്റ് R. കൗശിക് വീൽചെയർ ആശുപത്രി അധികൃതർക്ക് കൈമാറി. It's the best work of life. So we are really happy to start off this official visit on a very positive and community worth note. I really appreciate the president of JCI Vidyanagar and all the members for coming forward and donating this wonderful wheelchair, so which will be beneficial to many patients coming to this government hospital in Kasargod. So I am looking forward from this local organization to come forward and donate many for many projects in the future. Best wishes to everyone, including all the zone governing board members and all the JCs here. Thank you. സോൺ പ്രസിഡന്റ് അരുൺ പ്രഭു, സോൺ വൈസ് പ്രസിഡന്റ് റാഷിദ് KH എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആശുപത്രി RMO ഡോക്ടർ സന്ധ്യ, മുഹമ്മദ് ജബ്രൂദ്, സന്ദീപ് R. ഷേണായി, യതീഷ് ബല്ലാൾ, ഷീമ P. ശരണ്യ നാരായണൻ എന്നിവർ സംസാരിച്ചു. ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് നസീമ, സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ അരുൺ റാം, മാഹിൻ കുന്നിൽ, ശ്രീധരൻ, രാജേഷ്, ദിവ്യ സുനിൽ ഉച്ചിൽ, വിജയകുമാർ S. എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു.
സമൂഹത്തിലെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് JCI വിദ്യാനഗർ ജനറൽ ആശുപത്രിക്ക് വീൽചെയർ നൽകിയത്. രോഗികൾക്കും പൊതുജനങ്ങൾക്കും ആശ്വാസകരമാകുന്ന ഇത്തരം സേവന പ്രവർത്തനങ്ങൾ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സേവനമാണ് JCIയുടെ ശക്തിയെന്നും സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം കൈകോർത്തുകൊണ്ട് കൂടുതൽ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും JCI വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോട്ടെ ക്വിസ് ചോദ്യാവലി വിവാദം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് പ്രാഥമിക നടപടി മാത്രമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. സവർക്കർ ചോദ്യവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് അധ്യാപകനെതിരെയുണ്ടായ നടപടി. മന്ത്രി N. ഷംസുദ്ദീനെതിരെ കുമ്പളയിൽ BJPയുടെ പ്രതിഷേധം. യൂത്ത് ലീഗ് എതിർമാർച്ച് നടത്തി. സവർക്കർ എന്ന പേരിലാണ് സർക്കാരിന് പ്രശ്നമെന്ന് BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി. ചരിത്രം പഠിക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്നും അധ്യാപകനെതിരെയുണ്ടായ നടപടി പിൻവലിക്കണമെന്നും ML അശ്വിനി. കാസർഗോഡ് കളക്ട്രേറ്റിലെ ജീവനക്കാരി ആശാലത എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന മൊഴിയും അവസാന വാട്സാപ്പ് സ്റ്റാറ്റസും ചർച്ചയാകുന്നു. ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് DD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സവർക്കർ ചോദ്യവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് അധ്യാപകനുണ്ടായ സസ്പെൻഷൻ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. മഞ്ചേശ്വരം പോസോട്ട് ദേശീയപാതയിൽ കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് അപകടം. 12 യാത്രക്കാർക്ക് പരിക്ക്. കാസർഗോഡ് വൻ ലഹരിവേട്ട. കാലിക്കടവിൽ കാറിൽ കടത്താൻ ശ്രമിച്ച 130 ഗ്രാം MDMA-യുമായി പെരുമ്പാവൂർ സ്വദേശികൾ അറസ്റ്റിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.